എന്താ ബീച്ചിൽ പോയിട്ടുള്ള അടിച്ചുപൊളി എനിക്ക് മനസ്സിലാവില്ല. ഒരു 2 ഐസ്ക്രീം വാങ്ങും, അവിടെ അങ്ങനെ കുത്തും തിന്നും. അത് നാവുമ്പോൾ തേച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ തലവേനാണ് പോവുക. കാറ്റ് കൊണ്ടുവിടാം, കാരണം കാറ്റ് കൊള്ളാൻ ആരും എന്നോട് അവിടെ വരാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആളുകൾ കുണ്ടന്മാർ പല ജാതി കളി. പെൺകുട്ടികളെ കാണുമ്പോൾ ആൺകുട്ടികൾക്ക് ഭയങ്കര കളി തുടങ്ങും. ആൺകുട്ടികൾ ലഹായാഫിൽ അസ്വാക്കായി അല്ലേ, ആൺകുട്ടികൾ പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി. അപ്പോൾ ചില പെൺകുട്ടികൾ നിങ്ങൾ നോക്കേണ്ടി, എങ്ങനെ നോക്കിയാൽ 2 ആൺകുട്ടികളോടത്തേക്കാണ് നോക്കുക. ഉമ്മ ഇങ്ങോട്ടാ പോണത്, ഓള് ഇങ്ങോട്ടാ നോക്കുക. ഇങ്ങോട്ട് പാടി പറഞ്ഞിട്ട് ഉമ്മ വിളിക്കും. അപ്പോൾ ഓള് നിങ്ങൾ വെറുതെ എന്നെ കുറ്റം പറയരുതിട്ട്, ഞാൻ ഒന്നും നോക്കിയല്ല, ഞാൻ അവിടെ ഉള്ള ആ നമ്പർ എത്രയും നോക്കിയതാ. അത് തന്നെയാണ് എൻ്റെ നമ്പർ, അതാണ് എൻ്റെ നമ്പർ അല്ലേ. ഉമ്മി മോള് കൂടി പോവാണെങ്കിൽ മോള് വണ്ടിയിൽ ബസ് കയറിയാൽ മോള് ഡ്രൈവറെ സീറ്റിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കുക. ഉമ്മ വലിയ കാര്യം പോലെ അങ്ങോട്ട്. ഏത് വർഗത്തിൽപ്പെട്ടോളാലും എല്ലാ ഒരു ആൺകുട്ടികളെ കാണുമ്പോൾ ഒരിളക്ക അല്ലേ, പെൺകുട്ടികൾക്ക് ഒരിളക്കം. അപ്പോൾ വെറുതെ അങ്ങനെ ആക്കുക. ഓനക്കത് കിട്ടേണ്ട താമസമുള്ളൂ. ഓനല്ലേ തന്നെ മോങ്ങാൻ നിൽക്കണ കുറക. അപ്പോൾ പിന്നെ ഓൻ റബ്ബർ പാൽ കുടിച്ച് പിന്നെ ഓന് ഒരു മയിൽ നെയ് പറ്റും അങ്ങനെ വളയും കേട്ടോ. അങ്ങനെ പല ജാതി സാധനങ്ങളും. ഇതൊന്നും മുസ്ലിമല്ല, ഇതൊന്നും ഒരു മുസ്ലിമിന് ചെയ്യാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചാളി. വലാ യജ്ദി ബിസയ്യത്തി അസയ്യ, തിന്മയെ തിന്മ കൊണ്ട് തടുക്കരുത്, അതും മുസ്ലിമല്ല. വലാക്കിൻ യഅഫു വയസ്ഫഹു, നിങ്ങൾ മാപ്പ് നൽകുക, വിട്ടുവീഴ്ച ചെയ്യുക കേട്ടോ, ഒഴിവ് സമയം. പിന്നെ സൽക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ അഭിമാനം പിച്ചു ചിന്താണ്ട് ശ്രദ്ധിക്കുക. അഭിമാനം ഉണ്ടാക്കി കൊടുത്താലോ, മൻ ദബ്ബൻ ലഹ്മി അഖീഹി ബിൽ മഗീബ, ഒരു ആളില്ലാത്തപ്പോൾ അയാളെ പറ്റി നിങ്ങൾ ഗുണം പറഞ്ഞാൽ കാന ഹഖൻ അലല്ലാഹ് അൻ യൂതിഖഹു മിനന്നാർ, ആ ആളെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കും, അല്ലാഹ് മോചിപ്പിക്കും. ഞാനില്ലാത്തപ്പോൾ എന്നെപ്പറ്റി നിങ്ങൾ ഗുണം പറയാം. എന്നെപ്പറ്റി പറയാൻ വേണ്ടി പറഞ്ഞല്ലോ, ഒരാളെ പറ്റി പറഞ്ഞതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെപ്പറ്റി നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്കിങ്ങനെ ഒരു പ്രത്യേകമായ അക്കൗണ്ടുള്ള ആളാണ് കേട്ടോ. അതായത് ഞാൻ ചെയ്യാത്ത വർക്കിൻ്റെയും കൂടി അക്കൗണ്ട് ഇങ്ങനെ വെറുതെ വരും ഒരാളായാലും. അത് എന്നാറി അജാതി അക്കൗണ്ടിലാണ് വരും എനിക്ക്. കാരണം ഞാനത് പറഞ്ഞു, ഇത് പറഞ്ഞു, ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നവരെ തന്നെ പറയും, അയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പിന്നെ എങ്ങനെയാ പറയേണ്ടത് നിങ്ങളോട്, എനിക്കിങ്ങനെ പറയാൻ അറിയുള്ളൂ കേട്ടോ. ചിലവർ പറയാൻ അങ്ങനെ അറിയാം, മൗലവി ഇങ്ങനെ കരയുക, നമ്മൾ ഇങ്ങനെ കേൾക്കുക, എന്നാൽ പിന്നെ ഒരു ഉറങ്ങുകയും ചെയ്യുക. നമ്മൾ പറയുമ്പോളേ ഞാൻ പറയാ, എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം അങ്ങനെ കുത്തുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഉറങ്ങുക, അത് നടക്കില്ലല്ലോ. അപ്പോൾ ഉറങ്ങാൻ കഴിയാത്തൊരു ദേഷ്യം, അയാൾ എന്തൊക്കെയാ പറയണില്ലേ. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, അതൊക്കെ നടക്കട്ടെ. ഞാനങ്ങനെ പൊരുത്തപ്പെടുന്നില്ല. പറഞ്ഞ ആൾക്കാർക്ക് അള്ളാഹ് അതിൻ്റെ ശിക്ഷ കൊടുക്കുക തന്നെ വേണം, വേണ്ടേ. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഏതായിരുന്നാലും ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യട്ടെ. കാരണം എന്നെപ്പറ്റി പറയാൻ മാത്രം നിങ്ങൾ ഇതിൽ 99% എൻ്റെ സ്റ്റുഡൻസാണ് ഈ ഇരിക്കുന്നതിൽ. പക്ഷേ എനിക്കെതിരിൽ വരെ വർക്ക് ചെയ്യും, പ്രവർത്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും നിങ്ങളെന്ന് എനിക്കറിയാം. അത് കാരണം എന്താ വെച്ചാൽ ഏത് അമ്പിയാക്കന്മാർക്കും ഏത് അധ്യാപകനും ഏത് ഗുരുഭൂതന്മാർക്കും നാളിതുവരെ അള്ളാഹ് കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം പൊതുവെ സമൂഹത്തിന് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് നൽകാം, നിങ്ങൾ റബ്ബിനോട് പറയാം കേട്ടോ. ഞാനല്ല, എന്നോട് പറഞ്ഞൊന്നും അല്ല വലുത്. നിങ്ങൾ ഇവിടെ കുത്തുന്ന ദുബായിലുള്ളവരെ പറ്റി പറയും, അവിടെ പോയി പറയാൻ കഴിയില്ല. ദുബായിലുള്ള ഓനാണ് എൻ്റെ മോൻ അങ്ങനെ കേടെ എത്തിയെന്ന് അല്ല, അങ്ങനെയെങ്കിൽ പറയും. ദുബായിലുള്ള ആളുകളായിരിക്കും. അപ്പം ഓൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടീൻ്റെ താറാറാന്നുകൊണ്ട് പറഞ്ഞാൽ തീർന്നില്ലേ. എന്നാൽ പിന്നെ വെറുതെ വേണ്ടാത്ത പറയാൻ നിൽക്കണം. മറ്റോൻ്റെ കൂടിയ ബനല്ലേ, അല്ലാണ്ട് നിങ്ങളെ മോനെ കൊണ്ടുപോയി കെണിപ്പെടുത്തിയൊന്നല്ല. നിങ്ങളെ മോനെ കെണിപ്പെടുത്താതിരിക്കാനുള്ള തലച്ചോറല്ല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്. ഞാൻ നിർത്തുകയാണ്. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം. തീർച്ചയായും അള്ളാഹു നരകത്തിന് വേണ്ടി ഒരുപാട് ആളുകളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ കാരണം? നരകത്തിന് ഇത്രത്തോളം ആൾക്കാരെ കൂട്ടാൻ കാരണം ലഹും ഖുലൂബുൻ, അള്ളാഹു അവർക്ക് മനസ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, ആ മനസ്സുകൊണ്ട് കേൾക്കേണ്ട കാര്യങ്ങൾ അറിയുകയില്ല, മനസ്സിലാക്കൂല. ലാ യഫ്ഖഹൂന ബിഹാ, വേണ്ട രൂപത്തിൽ മനസ്സിലാക്കൂല. വലഹും അയ്യുൻ, അള്ളാഹു അവർക്ക് കണ്ണു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, അതുകൊണ്ട് കാണേണ്ടത് കാണൂല അവര്. വലഹും ആദാനുൻ, അവർക്ക് അള്ളാഹു ചെവി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലാ യസ്മഊന ബിഹാ, വേണ്ടത് കേൾക്കൂല. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അളൽ, നാൽക്കാലികളെക്കാൾ മോശമാണ്. അത്തരം ആളുകൾ അള്ളാഹു നരകത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക,
കേൾക്കുക, കാണുക, അറിയുക, ചിന്തിക്കുക, പഠിക്കുക, അങ്ങനെ ധർമ്മനിഷ്ഠരായി മരണം വരെ ജീവിക്കുക. അതാണ് ഇന്നത്തെ സന്ദേശം. ഏറ്റവും വിലപ്പെട്ട നമ്മളുടെ സമ്പത്ത് തൗഹീദ്. ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് ഇനി രണ്ടാമത്തെ നമസ്കാരം. മൂന്നാമത്തെ നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത്, നമസ്കാരത്തെ പറ്റി പറയാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. നമസ്കാരത്തെക്കുറിച്ചും കുറച്ച് പറയേണ്ടതുണ്ട്. നമസ്കാരം മാത്രമായിട്ടൊരു ക്ലാസ് എടുത്താലേ അത് ശരിയാവുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഹയാത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. കുറച്ചും കൂടി ക്ലാസ് ദിവസങ്ങൾ വർദ്ധിപ്പിച്ചിട്ട്. എന്നാൽ നിങ്ങൾക്കും ആളുകൾക്കൊക്കെ വലിയ ഉപകാരം ഉണ്ടാവും. കേട്ടറിവിന് വേണ്ടി ഓടി അടക്കുന്ന ആളുകൾക്കെങ്കിലും ഉപകാരം. നോമ്പിന് ശേഷം നോമ്പിന് ശേഷം അവർ നിങ്ങൾക്കായിട്ട് പ്രത്യേകം ക്യാമ്പ് ഒരുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ആലോചിക്കാം. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് കണ്ണുണ്ടായിട്ടും കാണാത്ത, മനസ്സുണ്ടായിട്ടും മനസ്സിലാക്കാത്ത, കാതുണ്ടായിട്ടും കേൾക്കാത്ത ആളുകളായി മാറരുത്. നരകത്തിൻ്റെ അവകാശികളായി മാറരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധ റമളാനിൽ നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ നിന്നും മരിച്ചു പിരിഞ്ഞു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ട്. അല്ലാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ഏറ്റവും നല്ല ചിന്തയും ഏറ്റവും നല്ല തൗഹീദും അവരുടെ കൈവശം അല്ലാഹു നൽകുകയും അതിലൂടെ നമ്മളും തൗഹീദിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മരിച്ചു പിരിയാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഉള്ളവരാണ് നമ്മൾ. തൗഹീദിൻ്റെ കനിവിൽ നിറവിൽ മരിച്ചു പിരിഞ്ഞാൽ അല്ലാഹു മാപ്പാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം തെറ്റുകുറ്റങ്ങളെല്ലാം റബ്ബിനോട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുന്ന സത്യവിശ്വാസികൾ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും പടച്ചതമ്പുരാൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചുരിയുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും സ്വർഗത്തിൽ ഇടം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫضല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവുകളിൽ അല്ലാഹു നമുക്ക് ഏറ്റവും വിശിഷ്ടമായതെന്താണോ അത് വിരിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളുമെല്ലാം അല്ലാഹു ദൂരീകരിച്ച് അനുഗ്രഹം നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.